നോമ്പ് 17 മൗലൂദെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പോരേന്നും ഓരോരുത്തരം അപ്പങ്ങളും കറികളും എല്ലാം ഇവിടെ കൊണ്ടുവരുത്തുന്നുണ്ട്. എല്ലാവരും കൊടുന്ന അപ്പെല്ലാം മിക്സ് ആക്കിയിട്ട് ഈ കൊണ്ടുവന്ന ആൾക്ക് റിട്ടേൺ കൊടുക്കും. അതാണ് രീതി. നല്ല പത്തലും കറിയും ബീഫും ചിക്കനും എല്ലാം മിക്സ് ആയിട്ട് ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെയൊക്കെ ഈത്തപ്പായെല്ലാം മിക്സ് ആക്കിയിട്ട് ഇടും. ഈ മിക്സ് ആക്കിയ കറിയെല്ലാം കൂട്ടിയിട്ടാണ് ഈ വരുന്ന ആൾക്ക് റിട്ടേൺ കൊടുക്കുന്നത്. ഒരേന്ന് പിള്ളേരെ കയ്യിലാണ് സാധനം കൊടുത്തു വിടുന്നത്. അപ്പൊ പിള്ളേർക്ക് ഒരു സന്തോഷമാണത്. പത്തലും കറിയെല്ലാം മിക്സ് ആക്കിയ ഈ ഒരു ഐറ്റം ഇല്ല, അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്. പള്ളിയിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേകത വേറെ തന്നെ. ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതിന് അമ്പാച്ചും പുത്താവും മുനിയെല്ലാം എത്തിയിട്ടാണ് ഇത് കളക്ട് ചെയ്യുന്ന റിട്ടേൺ കൊടുക്കുന്നല്ലോ. കട്ടിംഗ് മാസ്റ്റർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഖാദർ ബൈണ്ട്, നാസിർ ബൈണ്ട്, അങ്ങനെ ഒരു പ്രഗത്ഭരുടെ ഒരു നിരനുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മണിയാകുമ്പോൾ ഇച്ചു സറോത്തിന്റെ പരിപാടി തുടങ്ങി. മുഹബത്ത് കാ സറോത്ത് ഉണ്ടാക്കാനാണ് നമ്മളെ പ്ലാൻ. 2-3 ഓതി കൊണ്ട് പൈസലിച്ച സ്ഥലം വിട്ട് 1-2 ആൾ സറോത്താക്കാനുണ്ടെങ്കിലും ചുറ്റിലും കുറേ ആളുടെ ഇത് കാണാൻ. ഖാദറിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ 30 ദിവസം നോമ്പ് തുറക്കുന്നവ, അത് പറയാണ്ടിരിക്കാൻ കഴിയേയില്ല. ഒരു സൈഡ് കട്ടിംഗ് മാസ്റ്റർ ഫുൾ അരിഞ്ഞിടുന്നുണ്ട്. അങ്ങനെ റുവാഫ്സ് എല്ലാം കൂട്ടിയിട്ട് സാധനം സെറ്റാക്കി ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയം ആയിക്കൊണ്ട് വന്ന് ഒരു സൈഡ് പിള്ളേരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് ഉസ്താദ് ഒരു സൈഡ് ഉണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഞാനും ഒന്ന് ഹെൽപ്പ് ആക്കുന്ന പോലെ ആക്കി. നോമ്പ് 17 ആയതുകൊണ്ടല്ല ഇത്ര സീറ്റിൽ എപ്പം ഫുള്ളായിട്ട് ആളുണ്ടാകും. നോമ്പ് തുറക്കാൻ ഒരു 5 മിനിറ്റ് ബാക്കി ഉണ്ടാകുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരു ചോറിന്റെ കെട്ടും കിട്ടി. ജാഫർ ചാന്റെ ഇച്ച അനീപ്പുച്ചാന്റെ ബയ്യാണ് ഈ ചോറിന്റെ കെട്ട്. മാഷാ അല്ലാഹ്, എല്ലാവർക്കും കറക്റ്റായിട്ട് ചോറിൽ കിട്ടീന്. അങ്ങനെ ഞങ്ങും ഒരു സൈഡിൽ ഇരുന്ന് നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് കിടന്ന്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ ഉഷാറായിരുന്നു. അൽഹംദുലില്ലാഹ്. ബാക്കി നാളെ